വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, മുടിയന് ശേഷം ഉപ്പുമുളകിൽ നിന്ന് പുതിയൊരു കഥാപാത്രത്തെയും കൂടി ഒഴിവാക്കിയിരിക്കുകയാണ് ഉപ്പുമുളകും ടീം. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് തന്നെയാണത്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു അപ്ഡേറ്റും കൂടിയായിരുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഉപ്പുമുളകും സീസൺ 3 തുടങ്ങിയിരിക്കുന്നതിന് മുടിയനില്ലാതെയായിരുന്നു. പകരം പുതിയ കുറച്ചൊരു കഥാപാത്രങ്ങളെ കൊണ്ടുവന്നുകൊണ്ടാണ് ഉപ്പുമുളകും സീസൺ 3 സ്റ്റാർട്ട് ചെയ്തത്. അത് ആരൊക്കെയാണെന്ന് വെച്ചാൽ, ശ്രീകുട്ടൻ്റെ വൈഫായി വന്ന ഗൗരിയും പിന്നെ ലച്ചുവിൻ്റെ മോളായിട്ട് നന്ദുകുട്ടി എന്നൊരു കഥാപാത്രത്തെയും കൊണ്ടാണ് ഉപ്പുമുളകും റീസ്റ്റാർട്ട് ചെയ്തത്. ഇവർ 4 പേര് മാത്രമായിരുന്നില്ല പുതിയ കഥാപാത്രങ്ങളായിട്ട് വരേണ്ടിയിരുന്നത്. ഇസ്താൻ പ്യാരി എന്ന് പറഞ്ഞ 2 വയസ്സുകാരനും കൂടി ഉപ്പുമുളകിലോട്ട് റീ എൻട്രി കൊടുക്കാൻ, അതായത് ഒരു എൻട്രി കൊടുക്കാനിരുന്നതാണ്. ആരാണ് ഈ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ, ഉപ്പുമുളകും സീസൺ 3 സ്റ്റാർട്ട് ചെയ്ത് പുതിയൊരു സ്റ്റാർട്ടാണ്, പുതിയ കഥാസന്ദർഭമാണ്, പുതിയ കഥാപാത്രങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ശ്രീകുട്ടനും വൈഫും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മകനായിട്ട് വരേണ്ടിയിരുന്ന ഒരു കഥാപാത്രമായിരുന്നു ഇസ്താൻ പ്യാരി എന്ന് പറഞ്ഞ ഒരു 2 വയസ്സുകാരൻ. ആ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ആദ്യത്തെ കുറച്ച് എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ശ്രീകുട്ടൻ്റെ മകനായിട്ട് ശ്രീകൃഷ്ണൻ എന്നൊരു കഥാപാത്രമുണ്ട്, ഗൗരീൻ്റെ അമ്മയുടെ വീട്ടിലാണ് എന്ന രീതിക്കൊക്കെ. പക്ഷേ ഇപ്പോൾ അതൊരു കഥാപാത്രമായിട്ട് ഇവർ ഓഡിഷൻ ചെയ്ത് വെച്ചിരുന്നതുമാണ്. ആ ഒരു കഥാപാത്രത്തെ ഉപ്പുമുളകിൻ്റെ തുടക്ക ദിവസത്തിലൊക്കെ ആ ഒരു ഇനോഗ്രേഷൻ കാര്യങ്ങൾക്കൊക്കെ ആ ഒരു കഥാപാത്രത്തെ ആ ഒരു ചെറിയൊരു ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ എപ്പിസോഡോടുകൂടി ആ ഒരു കഥാപാത്രം ഇല്ല, ഇവർക്ക് കുട്ടികളൊന്നും ഇല്ല എന്ന രീതിക്ക് ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ ഓഡിഷൻ ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ച ആ ഒരു കൊച്ചു കലാകാരനെ ഉപ്പുമുളകിൽ നിന്ന് ഇപ്പോൾ പതിയെ ഒഴിവാക്കിയിരിക്കുകയാണ്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഇപ്പോൾ ശ്രീകുട്ടൻ്റെ മോനെയാണ് ഉപ്പുമുളകിൽ നിന്ന് ഒഫീഷ്യലായിട്ട് ഒഴിവാക്കിയിരിക്കുന്നത്. ഇതുവരെ സ്ക്രീനിലോ എപ്പിസോഡിലോ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യ എപ്പിസോഡിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ് ശ്രീകുട്ടനെ കാണിക്കുന്ന എപ്പിസോഡിൽ തന്നെ ശ്രീകുട്ടൻ്റെ മോനുണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്തതാണ്. പക്ഷേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു കഥാപാത്രത്തെ ഒഴിവാക്കിയത് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം, ഇപ്പോൾ പുതിയ കുറച്ച് കഥാപാത്രങ്ങൾക്ക് കുറച്ച് മിക്സഡ് റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നന്ദൂട്ടിക്കൊക്കെ ഒരുപാട് മിക്സഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആ ഒരു കഥാപാത്രത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുമുണ്ട്, ആ ഒരു കഥാപാത്രം വേണ്ടായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട്. ഏതായാലും ഏതൊരു കഥാപാത്രമാണെങ്കിലും കുറച്ച് സമയം കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ക്യാരക്ടർ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു കഥാപാത്രമായിട്ട് നമുക്ക് ജെല്ലായി പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ തുടക്കമായതുകൊണ്ട് ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമാണത്. അപ്പോൾ ഇങ്ങനെ ഒരു മിക്സഡ് ഒപ്പീനിയൻസ് പുറത്ത് ഉപ്പുമുളകിനെ കുറിച്ച്, ഈ ഒരു പുതിയ കഥാപാത്രങ്ങളെക്കുറിച്ച് ഉള്ളത് കൊണ്ട് തന്നെ പുതിയൊരു കഥാപാത്രം അതേ ഏജിൽ പുതിയൊരു കുട്ടിയെയും കൂടി കൊണ്ടുവന്നിട്ട് വെറുതെ ഒന്നുകൂടെ ആഡ് ഓൺ ആക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഉപ്പുമുളകും ടീം ഒന്നാകെ ഈ ഒരു തീരുമാനമെടുത്തത്. ആ ഒരു ശ്രീകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ, അതായത് ശ്രീകുട്ടൻ്റെ മോനായി വരുന്ന ശ്രീകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ ഒഴിവാക്കിയത്. അതിൽ നമുക്ക് തോന്നുന്ന കാരണം ഇതാണ്, ആ ഒരു കഥാപാത്രത്തെ വേണ്ട എന്ന് വെക്കാൻ കാരണം ഇപ്പോൾ കുറച്ച് മിക്സഡ് ഒപ്പീനിയൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അത് കഴിഞ്ഞ ദിവസം എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീകുട്ടന് മോനൊന്നുമില്ല, ഞങ്ങൾ വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗുകൾ കൊണ്ട് ആ ഒരു മോനില്ല എന്നൊരു കഥാപാത്രത്തെ അങ്ങനെ മെല്ലെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പുമുളകിൽ ആദ്യമായിട്ടാണ് ഒരു കഥാപാത്രം വരുന്നതിന് മുമ്പ് തന്നെ, അതായത് കഥാപാത്രത്തെ സ്ക്രീനിൽ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഒഴിവാക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ചെറിയ കൊച്ചു കലാകാരൻ ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ഉപ്പുമുളകും തുടങ്ങുന്ന ആ ഒരു സമയത്ത് കുറേ ന്യൂസ് ചാനൽസ്, അതായത് 24 ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഉപ്പുമുളകിലേക്ക് വരാൻ പോകുന്ന പുതിയ കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ. അതിൽ അവർ വ്യക്തമായി പറയുന്നുണ്ട്, 2 കുട്ടികൾ വരുന്നുണ്ട്, ഒന്ന് നന്ദുട്ടിയും ഒന്ന് ഇസ്താൻ പ്യാരി എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഇസ്താൻ പ്യാരിയാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. അതിൽ ഉപ്പുമുളകും ടീം എടുത്ത ഈ ഒരു ഡിസിഷനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ ഒരു കഥാപാത്രത്തെ ഒഴിവാക്കിയത് നന്നായോ അതോ ആ ഒരു കഥാപാത്രം വേണമായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.